Thank you, Jesus. Hallelujah. Praise the Lord. Hallelujah. 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 കർത്താവിന്റെ സ്തോത്രം. Hallelujah. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ ആപത്തുകൾ, അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്ത് പലരും ആക്സിഡന്റിൽ തകർന്നു പോയപ്പോൾ, പലരും ആമേൻ ശാരീരികമായ അസ്വസ്ഥതയിൽ ആയിരിക്കുമ്പോൾ, ആമേൻ പലരും കണ്ണുനീരിൽ ദുഃഖത്തിലൂടെ കടന്നുപോയപ്പോൾ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ് ഇന്ന് പകലിലും കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഈ രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി അല്പം വൈകിയെങ്കിലും ആമേൻ ദൈവവചനവുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകിയ ഭാഗ്യകരമായ അനുഭവത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാനങ്ങേ വാഴ്ത്തുന്നു, ഞാനങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ലൈവിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വരും ദിവസങ്ങളിൽ വീഡിയോ കാണുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട് ലോകമെമ്പാടും ആമേൻ ആയിരക്കണക്കിന് ജനങ്ങൾ ആമേൻ മഹാമാരി നിമിത്തം ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, ആമേൻ അനേകര് ആമേൻ ഭയപ്പെട്ടിരിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുടെ വലകരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകലിലും താങ്ങി നിർത്തിയ, താങ്ങി നടത്തിയ അത്ഭുതകരമായ ആ വഴികളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നിരാശയോടായിരിക്കുന്നുവെങ്കിൽ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട് ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും അതേ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരുമാറാകണമേ. ജയകരമായ ജീവിതം നയിപ്പാൻ ആവശ്യമായ ഉയരത്തിലെ കൃപ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് പകൽ ആമേൻ ഒരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ആമേൻ കടന്നു പോയതുകൊണ്ട് ആമേൻ അല്പം ആമേൻ വൈകുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ അല്പം വൈകിയാൽ ആമേൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് ആമേൻ ദൈവവചനം കേൾക്കുവാനുള്ള അവസരം ആമേൻ ദൈവം ഒരുക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണം എന്നുള്ള ആ കൽപ്പന ഏറ്റെടുത്ത അഭിഷിക്തന്മാർ ലൈവിലൂടെ, ഇന്റർനെറ്റിലൂടെ, മീഡിയയിലൂടെ, സൂമിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, കോൺഫറൻസ് കോളിലൂടെ എല്ലാം ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. ഹല്ലേലൂയ. ആരും അത് നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും ആമേൻ അതേ പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും ഒരിക്കൽ കൂടെ
ചോദിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇന്ന് രാത്രിയിലും പതിവ് പോലെ ഒരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യമാണ്. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. എല്ലാവർക്കും മനഃപാഠം അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. മുൻവിധിയോട് ആരും ഇരിക്കരുതേ. ഇന്ന് രാത്രി മുൻവിധി എടുത്തു മാറ്റി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് അവന്റെ മുഴുവൻ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ ശത്രുക്കളെ അറിയാമോ? ഹല്ലേലൂയ. എന്നെ നിങ്ങളെ പരാജയപ്പെടുത്തുക. ഹല്ലേലൂയ. എനിക്കും നിനക്കുമെതിരെ ശബ്ദമുയർത്തുന്ന നിങ്ങളുടെ ശത്രുക്കളെ എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമാണ് ഭവനം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ കൊടുത്തു. സന്താന പുഷ്ടിയുള്ളവരായി സകലത്തെയും അടക്കി വാഴുവാൻ ആക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിയ ദുഷ്ടപിശാച് ഇന്ന് സന്ധിയിലും മിക്ക ഭവനങ്ങളിലും അവരനുഭവിക്കേണ്ട സന്തോഷത്തെ ഊതിക്കെടുത്തുവാൻ പ്രബലപ്പെട്ടപ്പോൾ കൃപ ലഭിച്ച ദൈവമക്കളെ അവരുടെ സാന്നിധ്യം സന്ധിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, ഹല്ലേലൂയ, നമ്മുടെ കുലമഹിമയല്ല, ആമേൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല. കൃപയേ കൃപയേ ദൈവ കൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയേ ദൈവ കൃപയേ സൗഖ്യം എന്നിൽ നൽകിയതും കൃപയേ ദൈവ കൃപയേ ഞാൻ വീഴാതെ നിൽക്കുന്നതും കൃപയാ ദൈവ കൃപയാ. ഹല്ലേലൂയ. ഇന്ന് പകലിലും നിന്നെ തള്ളിയിടുവാൻ നീ പ്രാപിച്ച ദൈവിക അഭിഷേകം നിന്നിൽ നിന്നും ചോർന്നു പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് അലറിക്കൊണ്ട് ചീറി വന്നപ്പോൾ ഹല്ലേലൂയ നിൽക്കുവാൻ ഇടയായത് അവിടുത്തെ കൃപയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. നന്മ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. ക്ഷേമ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തുതികളിന്മേ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാ വന്നത്? ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ശക്തീകരിക്കാനാ. സങ്കടത്തിലിരിക്കുന്ന നിനക്ക് സമാധാനം നൽകാനാ. ഹല്ലേലൂയ. ബലമില്ലാതിരിക്കുന്ന നിന്നെ ബലപ്പെടുത്താനാ. ഹല്ലേലൂയ. കൃപ ലഭിച്ച ദാവീദ് പോർക്കളത്തിൽ പട്ടുപോകുവാൻ അനുവദിച്ചില്ല. കൃപയുള്ള അഭിഷേകമുള്ള ദാവീദിനെ പോർക്കളത്തിൽ വെട്ടിവീഴ്ത്തുവാൻ ശക്തിയുള്ള ത്രാണിയുള്ള പ്രാപ്തിയുള്ള അജാനബാഹുവായ ഗോലിയാത്തിന്റെ മുമ്പിൽ നായെ എറിയാൻ വരുന്ന ഒരു പീറ ചെറുക്കനെ പോലെ ഗോലിയാത്തിന് തോന്നിയെങ്കിലും ഗോലിയാത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അഭിഷേകം പ്രാപിച്ച ദാവീദ് ഒറ്റയ്ക്കായിരുന്നില്ല. അതിനാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അഭിഷേകമുള്ള ദൈവദാസനെ, അഭിഷേകമുള്ള ദൈവവൈദ്യനെ, അഭിഷേകം പ്രാപിച്ച അഭിഷേകനെ, ദൈവദാസിയെ, മാതാവേ, പിതാവേ, നിന്നെ ഒതുക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ നീ ഒതുങ്ങിപ്പോകുവാൻ അനുവദിക്കുന്നവനല്ല, നിന്നോട് കൂടെ ഇരിക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും.
ചെയ്യട്ടെ. ഹല്ലേലൂയ. അതെ, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അവൻ തന്റെ തൂലിക ചലിപ്പിച്ച് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന വിശ്വാസികൾ അതെ പോർക്കളത്തിൽ പട്ടുപോകാതിരിക്കുവാൻ, പരാജയപ്പെട്ട് പോകാതിരിക്കുവാൻ അവൻ കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ അവരെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം അവരെ പോരാടി പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന സകല മേഖലകളിലും ജയം പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിൽ എഴുതിയ വരികളാ ഇങ്ങനെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും മാത്രമേ. ഹല്ലേലൂയ. കൃപയാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ചിന്തിച്ചതിന്റെ കൂട്ടത്തിൽ ഈ വചനം ചിന്തിപ്പാനിടയായി തീർന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി വേറെ പണിയൊന്നുമില്ലായിട്ടായിരിക്കാം ഇങ്ങനെ ഡാറ്റയും ചെലവാക്കി ഈ ലൈവില് കുറെ ലൈക്ക് കിട്ടാൻ, കമന്റ് കിട്ടാൻ. ഹല്ലേലൂയ. ഒരിക്കലുമല്ല കേട്ടോ. ഇന്ന് രാത്രി ശ്രോതാവേ, നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന, നിന്റെ ശുശ്രൂഷയെ മുൻപോട്ട് വിടാതെ ഒതുക്കാൻ നോക്കുന്ന പോരാട്ട മേഖലകളെ മനസ്സിലാക്കി അതിന്മേൽ ജയമെടുത്ത് മുന്നേറുക ദൈവം നിന്നെ കാണുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും നിന്റെ വീട്ടിനകത്തിരുന്ന് ഈ ലൈവിലൂടെ അതെ ഈ മെസ്സേജ് കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കുന്നത്. ഹല്ലേലൂയ. ഉന്നതമായ വിളിയുള്ള നിന്നെ ഒതുക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഭയന്നിരിക്കേണ്ടവരല്ല അവൻ ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവ മക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ്ലീഹ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അവരെ ഉറപ്പിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. ഭാര്യയോടല്ല, മക്കളോടല്ല, കൂടപ്പുറപ്പിനോടല്ല, അപ്പനോടല്ല, അമ്മായിമ്മയോടല്ല, അമ്മായിപ്പനോടല്ല. അതേ ലോകത്തിൽ ഒരു മനുഷ്യനോടുമല്ല. തമ്മിൽ അടുപ്പിച്ച് സമാധാനത്തെ ഇല്ലാതാക്കാൻ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാൻ ഉതകത്തക്ക വിധത്തിൽ ഒരു ഭക്തനെ അഭിഷേകം ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. നീ അസ്വസ്ഥനാണോ? ഹല്ലേലൂയ. തലമുറകൾ നിമിത്തം, കൂടപ്പറപ്പ് നിമിത്തം, ജീവിത പങ്കാളി നിമിത്തം ഏതെങ്കിലും വിഷയത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി അതിന് മുമ്പിൽ പരാജയപ്പെടുവാൻ ഇടയാകാതെ അതിനെ ശാസിച്ച് ജയമെടുക്കുവാൻ അധികാരമുള്ളവനാണ്. നിന്നെ അഭിഷേകം ചെയ്യുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി നിന്നെ കേൾപ്പിക്കുന്ന വചനം കേട്ട് കേൾവിക്കാരെ പോലെ ഇരിക്കാതെ പ്രാപിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നാളിതുവരെ നിന്നെ ഒതുക്കാൻ നോക്കിയ വെല്ലുവിളിച്ച സകല മേഖലകളെയും പരാജയപ്പെടുത്തി ജയാളിയായി ജീവിക്കത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേക ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്നെ നിറപ്പാൻ അതേ ശക്തനായവൻ അവന്റെ മുഴു സാന്നിധ്യം ഇന്ന് രാത്രി അതേ പകരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ അതേ ശത്രുക്കളെ അജ്ഞതയോടെ ജീവിക്കുന്നത് ഹല്ലേലൂയ നിങ്ങൾക്ക് കഠിനമായി ചെലവാകും. എത്ര പേർക്ക് മനസ്സിലായി? സമ്പാദിക്കുന്ന പണമെല്ലാം ചെലവാകുന്നു. ഹല്ലേലൂയ. സമ്പാദിച്ച കാശ് കൊണ്ട് വാങ്ങിക്കഴിച്ച അതെ ആ ബലപ്പെട്ട ശരീരം കേടാവുന്നു, ആരോഗ്യം പോയി പോകും, ആവശ്യമില്ലാത്ത ടെൻഷൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കള് കുറിച്ച് അറിവില്ലെങ്കിൽ, അവരെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നത് വളരെ ശാരീരികമായും സാമ്പത്തികമായും നഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയാകും. ഒരുപക്ഷെ ചിന്തിക്കും, എന്താ അങ്ങനെ പറയുന്നത്? അടിയുണ്ടാകും. പിന്നെ അടി മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആശുപത്രി പോകേണ്ടി വരും. പിന്നെ സമ്പാദിച്ച കാശ് അതിന്റെ പേരിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ കേസാകും. അങ്ങനെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതുകൊണ്ട് അടിയുണ്ടാക്കി, കത്തിക്കുത്തുണ്ടാക്കി, കേസായി, അതെ കോടതിയിൽ പോയി അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ അടി ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റിനെ, ദുരാത്മാവിനെ കണ്ടുപിടിക്കുവാൻ അതെ ദർശനമുള്ളവരായി, അഭിഷേകമുള്ളവരായി, വിവേചന വരമുള്ളവരായി ഓരോരുത്തരും മാറ്റപ്പെടണം.
ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ശാസിക്കുവാൻ അധികാരം പ്രാപിക്കണം. ഹല്ലേലൂയ. ജീവിത പങ്കാളിയാകട്ടെ, അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റിനെ ശാസിക്കുവാനുള്ള അധികാരം പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ, നമ്മുടെ കടുത്ത ശത്രു ആമേൻ പിശാചാണ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ശത്രുക്കളെ കുറിച്ചുള്ള അറിവും അവരെ മറികടക്കുന്നതിനുള്ള ആമേൻ അതേ ധാരണകളും ആമേൻ തന്ത്രങ്ങളും ആമേൻ നമുക്ക് അതേ വെളിപ്പെടുത്തി തരും. തന്ത്രവും മന്ത്രവും എന്നൊക്കെ കേൾക്കുമ്പോ ആമേൻ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവിക ആ വചനം ഹല്ലേലൂയ നമ്മൾ വായിക്കും തോറും കേൾക്കും തോറും അറിയും തോറും ആമേൻ പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് ജയിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഒരു ഭക്തൻ ജ്ഞാനമുള്ളവനായി മാറും, അറിവുള്ളവനായി മാറും, അഭിഷേകമുള്ളവനായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നമുക്ക് എതിരെ അതെ പ്രശ്നം സൃഷ്ടിക്കുന്ന ആമേൻ അതെ കടുത്ത ശത്രുവാണ് പിശാച്. ഹല്ലേലൂയ. അവൻ തന്റെ അനുയായികളിലൂടെ, ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ ഭൂതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. അയ്യോ, ഭൂതമോ? ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പിശാചിനെ സേവിക്കുന്നവർക്ക് ഭൂതങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അപ്പൊ ഭൂതങ്ങളെ സേവിക്കുന്നവരെ ശക്തീകരിക്കുവാൻ അശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാകട്ടെ, നിന്റെ തലമുറകളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാകട്ടെ, നിന്റെ ജീവിത പങ്കാളിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ അതെ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞത്. കാരണം അന്ത്യകാലം അടുക്കും തോറും അശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അശുദ്ധാത്മാക്കൾ തലമുറകളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഡിവേഴ്സിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ആമേൻ പരിഹരിക്കപ്പെടുവാൻ ക്ഷമിക്കുവാൻ കഴിയാതെ മക്കളും അപ്പനും ആമേൻ ഭാര്യയും ഒക്കെയായി തല്ലി അതെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് ഈവിൽ സ്പിരിറ്റ് അശുദ്ധാത്മാവ് അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, സ്നാനപ്പെട്ട ദൈവവൈതലെ, അഭിഷേകം പ്രാപിച്ച ദൈവവൈതലെ, തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന ദൈവവൈതലെ, എന്റെ മേൽ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആ സ്വർഗീയ അഭിഷേകം ഹല്ലേലൂയ. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ആമേൻ സകലരോടും ഇന്ന് രാത്രി ദൈവാത്മാവിനെ ഞാനൊരു സത്യം പിടിച്ചു പറയട്ടെ. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ മൃഗന്മാരെ തെറ്റിച്ചു കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ആമേൻ ഒരു ഭക്തനെ അഭിഷേകം ചെയ്യുന്ന ദൈവം ആമേൻ നിന്റെ മേൽ പകർപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തോടെ ആമേൻ അന്ധകാര മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി മുൻപോട്ട് പോകുവാനിടയാകേണ്ടതിന് ദൈവവചനം ധ്യാനിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. അതേ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. ദൈവവചന വായനയും ആരാധനയും പ്രാർത്ഥനയുമുള്ള ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ആമേൻ അതേ തലമുറയെ പിശാച് ആമേൻ ഒരുതി പരാജയപ്പെടുത്തുവാൻ അതേ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ പരിചയായി, രക്ഷയായി, ആമേൻ സങ്കേതമായി, കോട്ടയായി ഹല്ലേലൂയ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ആമേൻ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ, ആ നിഴലിന്റെ കീഴിൽ ആയിരിക്കുവാൻ കൃപ ലഭിച്ചവർ പകലോ രാവെന്നോ ഉച്ചയ്ക്കെന്നോ ഇല്ലാതെ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ച പ്രാരംഭ തിരുവെഴുത്ത് ഹല്ലേലൂയ പിശാചുക്കൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ, അധികാരങ്ങൾ, ഇരുട്ടിന്റെ അധികാരികൾ ഹല്ലേലൂയ ആത്മീയ ദുഷ്ടത ആമേൻ എന്നിവയുമായി എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ.
പിശാചുക്കളെ ഹല്ലേലൂയ മിക്ക ഭരണാധിപന്മാരായിരിക്കുന്നവരെ നയിക്കുന്നത് നമുക്കറിയാം. രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദൂതന്മാർ, ദൈവത്തെ ആരാധിക്കാൻ ആക്കിവെച്ച ദൂതന്മാർ, ഹല്ലേലൂയ, അവർക്ക് ലഭിച്ച ഭാഗ്യം പോലെ മറ്റാർക്കുമില്ലായിരുന്നു. ഹല്ലേലൂയ. അഹങ്കരിച്ചു ലൂസിഫറായി പിൽക്കാലത്ത്. യേശു കർത്താവിന്റെ കൂടെയായിരുന്ന ശിഷ്യന്മാരിൽ ഒരുവൻ ഇസ്കറിയോത്ത് യൂദ, അവന്റെ ഹൃദയത്തിലെ ചിന്തയും അവന്റെ താല്പര്യവും അവൻ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ട ആ സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്തു? അവനെ നയിച്ചു. അവനിൽ പിശാച് കയറിയെന്ന്. ലൂസിഫർ ആരായി? പിശാചായി മാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശൗൽ രാജാവ് അതെ ദൈവ വചനത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട്, ദൈവത്തെ അനുസരിക്കാതെ പോയതുകൊണ്ട് രാജസ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടു. അവൻ സ്വയം വാളിന്റെ മുമ്പിൽ വീണ് മരിക്കേണ്ടതായി വന്നു. നോക്കണേ, പിശാച് അധികാരസ്ഥന്മാരെ കയ്യിലെടുക്കും. ഹല്ലേലൂയ. ഭരണാധികാരികൾ കയ്യിലെടുക്കും. ഹല്ലേലൂയ. ആത്മീയ ദുഷ്ടത, ആത്മീയരുടെ ഇടയിൽ ദുഷ്ടത അതെ വ്യാപിപ്പിച്ച് ആത്മീയരെന്ന് പറഞ്ഞ് നടക്കുന്നവരിലൂടെ പിശാച് മുതലെടുക്കും. ഹല്ലേലൂയ. ഈ ദുരാത്മാക്കൾ അല്ലെങ്കിൽ ഈ ഭൂതങ്ങൾ എവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൻ നിയോഗം പ്രാപിച്ച് ദൈവസഭയിലായിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു. ഹല്ലേലൂയ. അവ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള മേഖലകളിൽ നിന്നോ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൂതന്മാർ ഏദനിൽ കൂട്ടുകൂടി ഇമ്പമായി വാഴുവാൻ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ഭൂമിയിൽ ആക്കി വെച്ച മനുഷ്യൻ, ഇവിടെയാണ് പിശാച് കയറി എന്ത് ചെയ്തത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അല്പം അറിവ് കൂടിപ്പോയ, അല്പം കളർ കൂടിപ്പോയ, അല്പം ധനം കൂടിപ്പോയ, അല്പം സ്ഥാനമാനങ്ങൾ ലഭ്യമായ, അതുകൊണ്ടാണ് വചനം പറയുന്നത് അഹങ്കരിക്കരുത്. അഹങ്കാരികളോട്, നഗളികളോട് ദൈവം എന്ത് ചെയ്തു? എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അധികം. ഹല്ലേലൂയ. അപ്പൊ നെഗള് പിശാചിന് പ്രവർത്തിക്കുവാൻ അവസരമൊരുക്കുന്ന ഒരു മേഖലയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നെഗളിക്കരുത്. ഹല്ലേലൂയ. അതെ, തന്നെത്താൻ താഴ്ത്തുമ്പോൾ അധികം കൃപ ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. പ്രിയരെ, തിന്മ നിറഞ്ഞ മനുഷ്യരെ കുറിച്ചുള്ള അറിവ് നമ്മൾ ആദ്യമേ പ്രാരംഭമായി വായിച്ച തിരുവെഴുത്ത് നൽകുന്നത് അതാണ്. തിന്മ നിറഞ്ഞ മനുഷ്യരെ കുറിച്ച്. എന്താ തിന്മ നിറഞ്ഞ മനുഷ്യരെ കുറിച്ച് പറയുന്നത്? ഹല്ലേലൂയ. അതെ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. അയ്യോ, ഇന്നത്തെ ലോകക്കാരുടെ ഇടയിലെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അവൻ തീരണം, ഇത്രാം തീയതി ഇത്ര മണിക്ക് അവൻ എന്ത് ചെയ്യണം? തീരണം. പ്രാർത്ഥനയാണ്. എന്നാൽ ഒരു ദൈവ വൈതലിന്റെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം? ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ വചനം കേൾക്കുമ്പോ സ്വന്തം പറയാൻ തോന്നും? ഹല്ലേലൂയ. തോന്നിയില്ലെങ്കിലും പറഞ്ഞേ പറ്റൂ. ആമേൻ. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇന്ന് രാത്രിയിലും നിന്നെ ഉപദ്രവിക്കുന്നത് നിന്റെ കുടുംബത്തിൽ നിന്നാണോ? ഹല്ലേലൂയ. യേശു പറയുകയാണ്, നിന്നെ കൃപയുണ്ടെങ്കിൽ നിന്റെ സഹോദരൻ നിന്നെ ഉപദ്രവിക്കും.
നിന്നെ കൃപയുണ്ടെങ്കിൽ നീ ലാളിച്ചു വളർത്തിയ നിന്റെ മക്കൾ നിന്നെ ഉപദ്രവിക്കും. നിന്നിൽ കൃപയുണ്ടെങ്കിൽ നിന്റെ ഭാര്യ നിന്നെ ഉപദ്രവിക്കും. എന്താ തെളിവ്? ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, എന്നെ ഉപദ്രവിച്ചത് പുറത്തുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു. യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, എന്റെ ഭാര്യ വാക്കുകൊണ്ട് എന്നെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. ഹല്ലേലൂയ. അതെ, ഹന്നയോട് ചോദിച്ചാൽ ഹന്ന പറയും, എന്റെ ഭർത്താവ് എന്നിൽ ഒരു കുറവ് കണ്ടപ്പോ ഹല്ലേലൂയ മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന് പാർപ്പിച്ചെന്നെ അത് ദുഃഖിപ്പിച്ചു, ഉപദ്രവിച്ചു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും അന്നും ഇന്നും ഉപദ്രവിക്കുന്നവരുണ്ട്. യോസേഫിനെ ഉപദ്രവിച്ചു, ദാനിയേലിനെ ഉപദ്രവിച്ചു, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ ഉപദ്രവിച്ചു. സത്യവേദ പുസ്തകം തുറന്ന് വായിക്കുന്ന ഏതൊരു മനുഷ്യനും കാണുവാൻ കഴിയും കൃപയുള്ളവനെ ഉപദ്രവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, യേശു പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അവര് തകർന്നു പോകാനല്ല. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹിതന്മാരെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം ഉപദ്രവിച്ചു. പക്ഷേ യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ഹല്ലേലൂയ ആരാണ് തിരിച്ചറിഞ്ഞത്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ തത്തോണം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആത്മീയ ശത്രുക്കളുമായി ഇടപെടുമ്പോൾ അവരെ ചെറുത്തു നിൽക്കുകയും ബലപ്രയോഗത്തോട് പുറപ്പെടുവാൻ കൽപ്പിക്കുകയും ചെയ്ത ഹല്ലേലൂയ അവര് പുറത്താക്കപ്പെടും എന്ന ഉറപ്പ് കർത്താവ് നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. ആരാണ് ആത്മീയ ശത്രുക്കൾ? ഭാര്യയാണോ? മക്കളാണോ? കൂടപ്പിറപ്പാണോ? ഒരിക്കലുമല്ല. അവരിലൂടെ നമ്മോട് ശത്രുത്വം ഉണ്ടാക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, ദൈവവുമായി കണക്ഷനായിരിക്കുന്ന ഒരു ദൈവ പൈതൽ ക്ഷീണിക്കുമ്പോൾ അവനെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ. എന്നാ ഒരു പിശാചുമായി ദൈവത്തിന് നേരെ ഓപ്പോസിറ്റ് തിന്മ. അപ്പൊ തിന്മ ചെയ്യുന്നവരിൽ പിശാചുണ്ട്, നന്മ ചെയ്യുന്നവനിൽ ആരുണ്ട്? ദൈവമുണ്ട്. തിന്മ ചെയ്യുന്നവരിൽ പിശാച. അപ്പൊ അവനെ ശക്തീകരിക്കുന്നത്, തിന്മ ചെയ്യിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ അശുദ്ധാത്മാവിനെ ഏറ്റെടുത്തവർ ആത്മീയരാണെന്ന് പറഞ്ഞ് സഭയ്ക്കകത്തുണ്ട്. ഏതാ സഭ? ഞാൻ എന്റെ സഭയിൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ് ദൈവസഭയുടെ അംഗം. ഭാര്യ ഭർത്താവും മക്കളും കൂടുന്നത് എവിടെയാ? അത് സഭയാ. അപ്പൊ നിന്റെ വീട്ടിനകത്ത് ആത്മീയനും അനാത്മീയനും ഒന്നിച്ച് ആയാൽ എന്തായിരിക്കും അവസ്ഥ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോ നിന്റെ വീട്ടിനകത്ത് നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കാൻ, അസ്വസ്ഥതയുണ്ടാക്കാൻ, തകർച്ചയുണ്ടാക്കാൻ സാധ്യതയുള്ള ദുരാത്മ മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി ജയാളിയായി ജീവിക്കുവാൻ ഒരു ഭക്തൻ ശക്തിയുള്ളവനായി മാറണമെങ്കിൽ
അവൻ വചനം വായിക്കണം, വചനം ഗ്രഹിക്കണം, അതനുസരിച്ച് ജീവിക്കണം. ആമേൻ. ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വത്രം പറഞ്ഞ് അവനെ ആരാധിക്കണം, അവൻ പ്രാർത്ഥിക്കണം. ഇത് മൂന്നും ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആമേൻ അതിപ്രധാനമായ കാര്യങ്ങളാണ്. ആമേൻ. അത് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ആമേൻ പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് ഭക്ഷണം കഴിച്ച് ആമേൻ ഡ്രസ്സ് ധരിച്ച് ആമേൻ ഒരു ജോലിക്ക് പോകുവാൻ അല്ലെങ്കിൽ വീട്ടിൽ അടുത്ത കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ സമയം ചെലവഴിക്കുവാൻ തയ്യാറാകുന്നതിനെക്കാട്ടിലും അധികമായി ആമേൻ ഒരു ഭക്തൻ രാവിലെ എഴുന്നേറ്റ് അതേ ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ആമേൻ ചുവട് വെച്ച് നോക്കിക്കേ, അവൻ ജയാളിയാകും. അവൻ ആത്മീയമായി ശക്തിപ്പെടും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ലോകവ്യാപകമായി അനേകരും പരാജയപ്പെട്ട് ആമേൻ തകർന്നുകൊണ്ടിരിക്കുമ്പോ ദൈവസഭയിൽ അംഗമായ ആരും തകർന്നു പോകാതിരിക്കേണ്ടതിന് ആത്മാവിൽ പ്രേരിതനായി അഭിഷക്തന്മാരിലൂടെ ദൈവം തന്റെ സഭയ്ക്ക് അത് ഈടിച്ച ലേഖനങ്ങളായി കൈമാറിയ സത്യവേദ പുസ്തകങ്ങൾ എടുത്ത് പ്രസംഗിച്ചു തീർക്കാനുള്ളതല്ല, അവൻ പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ളതല്ല. അവൻ പരാജയപ്പെടുത്തുന്ന മേഖലകളെ അതിജീവിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ള മനുഷ്യരാക്കി മാറ്റുവാൻ, ഉയരത്തിൽ അഭിഷേകം വ്യക്തി ജീവിതങ്ങളുടെ മേൽ പകരുവാൻ, ആത്മനിറവിൽ ആത്മീയ ശുശ്രൂഷകന്മാരായി അവിടെ ഇവിടങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാർ ഈ നാളുകളിൽ ഉണർന്നു പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് അന്ത്യകാലത്ത് ദൈവം തന്റെ ആത്മാവിനെ ആമേൻ തന്റെ ദാസന്മാരുടെ മേൽ, തന്റെ ആമേൻ മക്കളുടെ മേൽ പ്രായഭേദമന്യേ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ആത്മസാന്നിധ്യം ഏറ്റെടുത്ത് ആമേൻ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം അതേ ശക്തിയോടെ ചെയ്യുവാൻ ഇന്ന് രാത്രി അതേ ബലം പ്രാപിപ്പാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ലേഖനം ആമേൻ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യവും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യവും ആമേൻ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന് കീഴടങ്ങാത്തവർ എവിടെയുണ്ടോ അവിടെ പിശാച് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതെ, ഒരു വീട് എടുത്താൽ ഹല്ലേലൂയ, വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് സ്ത്രീയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒരു സ്ത്രീ ആമേൻ വീടിന്റെ വിളക്കാണ്. ഹല്ലേലൂയ. ആമേൻ. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുമ്പോ ഹല്ലേലൂയ എവിടെ മുതൽ തുടങ്ങണം? സ്ത്രീ. ഹല്ലേലൂയ. സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന സന്തതി തലമുറ അമ്മ അപ്പന്മാരെ കർത്താവിൽ എന്ന പോലെ അനുസരിപ്പിക്കും. യോബ് അതുപോലെ തന്നെ ഇരിമിയാവൊക്കെ ജന്മത്തെ ജനിച്ച അമ്മ ദിവസത്തെ ജനിപ്പിക്കുവാൻ കാരണമായ വ്യക്തികളെ ഒക്കെ പഴി പറയുന്നുണ്ട്. ഇന്നത്തെ തലമുറ അങ്ങനെയാ. അപ്പനോട് ചോദിക്കും എന്തിനാ ജനിപ്പിച്ച്, അമ്മയോട് ചോദിക്കും എന്തിനാ പ്രസവിച്ച്. വിവരക്കേടെന്നല്ലാതെ പിന്നെ എന്ത് പറയാനാ? വിവരവും ജ്ഞാനവും വിശേഷമായ ആമേൻ അഭിഷേകവും തലമുറയുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുമ്പോ കാഴ്ചപ്പാടില്ലാത്ത തലമുറ ചോദിക്കുക എന്തിനാ ജനിപ്പിച്ച്. ഇന്ന് രാത്രി അഭിഷേകം ചോർന്നു പോകുന്ന തിന്മയുടെ ഉറവിടമായ പിശാച് കുഞ്ഞിനെ നിന്നിൽ കയറി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് പിശാചിന്റെ ആമേൻ കൂട്ടാളിയായി നിന്റെ ജീവിതം നഷ്ടമാക്കി നിത്യ നരകത്തിൽ വീഴാതിരിക്കുവാൻ മക്കളെ, നിങ്ങളുടെ അമ്മ കേട്ടോ, അമ്മ അപ്പന്മാർക്ക് കർത്താവിൽ എന്ന പോലെ കീഴടങ്ങിയിരിക്കണം, അനുസരിക്കണം. എന്നാലേ നീ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ ദഹിച്ച് ശരീരത്തിന് ആരോഗ്യമുണ്ടായി, അതെ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിച്ച് നല്ല റിസൾട്ട് കിട്ടി,
അത് കഴിഞ്ഞ് ഒരു ജോലി വേണമെങ്കിൽ ജോലി കിട്ടി. അയ്യോ, ഇന്ന് പകൽ ഞാന് കൂട്ടായ്മയ്ക്ക് പോയ വീട്ടിൽ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കാര്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. MBA പഠിക്കുന്ന ഒരു യൗവനക്കാരനോട് ഞാൻ ആ വചനം പറയുമ്പോ അവൻ ഇരുന്ന് കരയുകയാണ്. ഞാനും ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. എന്താ കാര്യം എന്നറിയാമോ? മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി വേല ചെയ്യാൻ. നോക്കിക്കേ, ജോലിയില്ല എന്ന് പറഞ്ഞ് അലഞ്ഞു തിരിയണ്ടെന്ന്. ദൈവവുമായി കണക്ഷനുള്ള ഒരു മനുഷ്യൻ ജോലിക്ക് വേണ്ടി അലയണ്ട, ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവനായി എന്ന് ബോധ്യപ്പെട്ടാൽ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി അതെ ജോലി നൽകാൻ ദൈവം വിശ്വസ്തരാണ്. ഹല്ലേലൂയ. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ വേല ചെയ്യാൻ മനുഷ്യനില്ലായിരുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പുല്ലിംഗമാണ്. അപ്പൊ ജോലി ചെയ്യുവാൻ ഉത്തരവാദിത്വമുള്ളവനാണ് പുരുഷൻ. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പുരുഷനെ ദൈവം സൃഷ്ടിച്ചിട്ട് ജോലിയില്ലാതിരിക്കാൻ ദൈവം അനുവദിച്ചില്ല. അവനെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിലാക്കി വേല ചെയ്യാൻ. ഇന്ന് രാത്രി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പലതവണ റിക്വസ്റ്റ് ഇട്ട ഒരു സഹോദരനെ ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രി നീ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികൾ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ നീ പഠിച്ചിട്ട് ജോലിയില്ലാതെ അതെ നിരാശപ്പെട്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പഠനാനന്തരം ഒരു ദിവസം പോലെ അവൻ അലയുവാൻ ദൈവം അനുവദിക്കാതെ ന്യായമായ രീതിയിൽ ഉചിതമായ നിലയിൽ ജോലി നിന്നെ കൂട്ടിക്കൊണ്ടുപോയി നൽകി തരുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തരാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ പഠനാനന്തരം ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നന്മയാണ്. ഇന്ന് രാത്രി നിന്റെ നന്മ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിന്റെ കൂട്ടുകാരനല്ല, നിന്നെ ജനിപ്പിക്കാൻ നിമിത്തമായ നിന്റെ മാതാപിതാക്കളല്ല, നിന്റെ കൂട്ടുകാരോ നാട്ടുകാരോ അല്ല. തടസ്സം നീ തന്നെയാണ്. നിന്റെ ചിന്ത, നിന്റെ സ്വഭാവം, നിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ശോധന ചെയ്യൂ. നീ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? പ്രാർത്ഥനാ റൂമിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുവാൻ നോക്കിക്കേ. ഭക്തനായ വിശുദ്ധനായ തീരുമാനമെടുത്ത് വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട യൗവനക്കാരനായ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ പാഴ്സി രാജാവ് മറുപടി തടഞ്ഞെന്ന്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അന്ധകാരങ്ങളോടാ, ദുഷ്ടാത്മ സേനകളോടാ, വാഴ്ചകളോടാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ആദ്യ ദിവസം തന്നെ മറുപടി നൽകുവാൻ ദൈവം ശക്തനാ. പക്ഷേ ആ മറുപടി വരാതിരിക്കുവാൻ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി ജയാളിയായി ജീവിക്കുവാൻ നിന്നെ ശക്തനാക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നാളിതുവരെ പഠിച്ച് ന്യായമായ രീതിയിൽ ജോലിയില്ലാതെ, ശമ്പളമില്ലാതെ, വരുമാനമില്ലാതെ നിരാശപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകുവാൻ ശക്തനായവന്റെ പാദപീഠത്തിങ്കൽ മുഴങ്ങാൻ മടക്കി അപ്പാ ഹല്ലേലൂയ. നിലവിളിച്ചവരെ ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. ഇന്ന് രാത്രി അനുഭവിച്ചൊന്ന് മടങ്ങി വരാൻ തയ്യാറാണ്. അപ്പനോട് പറഞ്ഞ വാക്കില്ലേ, അമ്മയോട് പറഞ്ഞ വാക്കില്ലേ, കൂടപ്പറപ്പിനോട് പറഞ്ഞ വാക്കില്ലേ? ഹല്ലേലൂയ. നീ നിന്നെ തന്നെ ശപിച്ച് തള്ളിയ വാക്കില്ലേ? ഇന്ന് രാത്രി ദൈവസന്നിധി അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അനുദപിക്കുവാൻ മനസ്സ് കാണിക്ക്. നീ ഒരു ദിവസം പോലും നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് നന്മയുണ്ടാകും. നന്മ ഉണ്ടായാൽ പോരാ, അത് അനുഭവിക്കാൻ ദീർഘായുസ്സും കൂടെ വേണം.
സമയം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് സമയം പോക്കുകയല്ല. ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ് അനുഭവത്തിൽ നിന്ന് ആമേൻ ചില യാഥാർത്ഥ്യം പച്ചയ്ക്ക് വിളിച്ചു പറയുക. ആമേൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ കുഞ്ഞ് നീ തയ്യാറാകുക. നിനക്ക് ശുഭഭാവി ഉണ്ടാകണമെങ്കിൽ, ആമേൻ നിനക്കൊരു ശുഭതയുണ്ടാകണമെങ്കിൽ, നിനക്ക് നന്മയുണ്ടാകണമെങ്കിൽ, അത് ആയുസ്സോടെ ദീർഘായുസ്സോടെ ഇരുന്ന് അനുഭവിക്കണമെങ്കിൽ, ദൈവവചനത്തിന് മറുതലിക്കുന്ന സ്വഭാവത്തെ ഉരുകി കളഞ്ഞ് ദൈവവചനത്തിന് നിരക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുമെങ്കിൽ, അപ്പന് പരിമിതിയുണ്ട്, അമ്മയ്ക്ക് പരിമിതിയുണ്ട്, കൂടപ്പുറപ്പിന് പരിമിതിയുണ്ട്, എന്നാൽ പരിമിതിയില്ലാത്ത സ്വർഗീയ അപ്പൻ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ, ആമേൻ നിനക്ക് മാന്യത നൽകുവാൻ അവൻ ശക്തനാണ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. അപ്പൊ മക്കള് കീഴടങ്ങണം. ഹല്ലേലൂയ. ഭാര്യമാർ എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഭർത്താക്കന്മാർ കീഴടങ്ങണം. ആർക്ക്? ഹല്ലേലൂയ. കർത്താവിന് കീഴടങ്ങണം. കർത്താവ് ഓൾറെഡി ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി, ചാട്ടവാറെടുത്ത് ഇരിക്കട എന്ന് പറഞ്ഞ് കർത്താവിന് ഒരു ദിവസം പോലും ചൂരിലടി ഉണ്ട് അല്ലെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 1996, 7, 8, 9 കാലയളവിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ രാവിലെ എഴുന്നേൽക്കാൻ ഇച്ചിരി മടിയാ. അപ്പോ 5 മണി എന്ന് പറയുമ്പോ ചാപ്പൽ സർവീസിന് ആമേൻ അലാറം മുഴങ്ങും. ആമേൻ. ആ സമയത്ത് ചാപ്പൽ സർവീസിൽ ഉണ്ടാകണം. അപ്പോ ഒരു 4:30 എഴുന്നേറ്റ് പേഴ്സണൽ പ്രയർ നടത്തി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ചാപ്പൽ സർവീസിൽ ചെല്ലാൻ. അല്ലാതെ എഴുന്നേറ്റ പാടെ കിട്ടിയ ഡ്രസ്സും എടുത്തിട്ട് ആമേൻ ഫ്രഷ് ആകാതെ ചെന്നാൽ പ്രാർത്ഥനയാണെന്നൊന്നും നോക്കത്തില്ല. വാടൻ വന്ന് ആമേൻ ചൂരിൽ കൊണ്ട് പുറത്തിട്ട് ഉക്കരന് അടി തരും. 1-2 അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ കൂട്ടത്തിലുള്ള പലരും എഴുന്നേക്കാൻ മടിച്ചിട്ട് ആമേൻ നല്ല തണുപ്പ് കാലത്ത്, ഞാൻ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ഒരു യൂക്കാലിക്ക ഫോറസ്റ്റിന്റെ നടുക്കുള്ള ഒരു സ്ഥാപനത്തിലാണ് പഠിച്ചത്. ചുറ്റുപാട് കവർത്തോട്ടമൊക്കെയാ, പാടമൊക്കെ ഉണ്ട്. ആമേൻ ചില ആമേൻ സഹോദരന്മാര് ആമേൻ രാത്രിയിൽ ഹോംവർക്ക് ഒക്കെ ചെയ്ത് ആമേൻ ഓവർ ടൈം ഇരുന്ന് ആമേൻ വർക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും. അപ്പോ ചാപ്പൽ സർവീസ് തുടങ്ങി ആമേൻ വാടൻ വന്ന് നോക്കും, ഡീം വന്ന് നോക്കും. ആമേൻ കാണാത്തവരുടെ റൂമിൽ ചെന്നിട്ട് ആമേൻ ഉറങ്ങിക്കിടക്കുന്നവരുടെ ആമേൻ പുതപ്പൊന്നും വഹിക്കത്തില്ല. ആമേൻ അതെ ഒരു ദാക്ഷിണ്യവും ഇല്ല. ആമേൻ ചൂരിലോട്ട് അങ്ങ് അടിക്കും. അയ്യോ എന്നും പറഞ്ഞ് നിലവിളിച്ചോണ്ട് എന്ത് ചെയ്യും? ഓടും. അപ്പൊ ഓടുമ്പോ ചോദിക്കും എങ്ങോട്ടാ? പല്ല് തേച്ച് ഫ്രഷ് ആയിട്ട് പോയാൽ മതി എന്ന് പറയും. ചിട്ടയൊക്കെ അവിടുന്ന് സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പം പോലീസ് മുറയും, ഹല്ലേലൂയ, അമ്മ പട്ടാള ക്യാമ്പിലെ മുറയും ഒക്കെ ആണെന്ന് പറഞ്ഞ് ആമേൻ ചില മക്കൾ എന്ത് ചെയ്യാറുണ്ട്? ആമേൻ വായി വരുന്നതൊക്കെ വിളിച്ച് പറയാറുണ്ട്. ആമേൻ മക്കളെ സ്വത്രം പറ. ചിട്ടയുള്ള ജീവിതത്തിന് ആമേൻ അതെ അഭ്യസിപ്പിക്കുവാൻ ആമേൻ കൃപ ലഭിച്ച അപ്പനെ ഓർത്ത് സ്വത്രം പറ, അമ്മയെ ഓർത്ത് സ്വത്രം പറ. ജീവിതത്തിൽ ദീർഘായുസോടിരുന്ന് നന്മ അനുഭവിക്കുവാൻ, ചിട്ടയുള്ള ജീവിതം അതെ നയിപ്പാൻ തക്കവണ്ണം അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ച തലമുറകൾ ഇന്ന് രാത്രി കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കാതെ ആ കഷ്ടതയുടെ, ആ നെടുവീർപ്പിന്റെ, ആ നിലവിളിയുടെ നടുവില് ആമേൻ ഒരുത്തനെ എവിടുന്നെങ്കിലും പൊക്കി വിട്ടതല്ല. ആമേൻ നൈൽ നദിക്കകത്ത് എറിഞ്ഞു കളയുവാൻ കൽപ്പന കൊടുത്തവന്റെ പുത്രിയെ തന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ എന്ന് പറഞ്ഞ് മോശ എന്ന് പേരിട്ട് ആമേൻ ചില ശീലങ്ങൾ കൊട്ടാരത്തിൽ ശീലിപ്പിച്ച് വളർത്തി ആമേൻ യുദ്ധം അഭ്യസിപ്പിക്കുന്നവരുടെ കൂടെ ആമേൻ കൊട്ടാരത്തിൽ വളർന്ന യോദ്ധാവിനെ പോലെ ഹല്ലേലൂയ ആമേൻ സമയമായപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിപ്പാൻ ദൈവം അധ്യക്ഷനാക്കി കൈപിടിച്ചുയർത്തി മാനിച്ച അതെ ആ മോശ. ഹല്ലേലൂയ. നോക്കണേ,
ദർശനമുള്ള യോസെഫിനെ പൊട്ടക്കണത്തിൽ നിന്ന് കാരാഗ്രഹ പ്രമാണിയുടെയും ആമേൻ ഫോത്തിഫേറിന്റെയും ഒക്കെ അതേ മുമ്പിലൂടെ കടത്തിവിട്ട് ആമേൻ ചില ശീലങ്ങൾ ആമേൻ ചിലത് പഠിപ്പിച്ച് ആമേൻ ഇസ്രായേലിൽ മന്ത്രി കസാരയിൽ ധനകാര മന്ത്രിയാക്കി ഇരുത്തിയ യോസെഫിന്റെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം അവനെ എത്തിച്ചപ്പോ അവൻ ക്വാളിറ്റി ഉള്ളവനായി ചിലത് പഠിച്ച് ആമേൻ അതേ നയിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പഴി പറഞ്ഞു ഒതുങ്ങിപ്പോകാതെ മത്സരിക്കുന്നവർ ഓർത്തോണം. അതേ അഹരോനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തവരും മത്സരിച്ചവരും ഭൂമി വായ് വിടർന്നപ്പോൾ അതിനകത്ത് ഒതുങ്ങിപ്പോയെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആവേശം കൊണ്ട് വിളിച്ചു പറയുകയല്ല. ആമേൻ. പലരും ഒതുങ്ങിപ്പോകാൻ കാരണം, പലരും തകർന്നു പോകുവാൻ കാരണം മത്സര ബുദ്ധിയാ. അപ്പനോടാ മത്സരം, അമ്മയോടാ മത്സരം, ദൈവത്തോടാ മത്സരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ മത്സരികൾ അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ താഴ്മയുള്ളവനെ കൈപിടിച്ചുയർത്തുന്ന ദൈവം. ഇന്ന് രാത്രി കുഞ്ഞേ, നീ അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സഹോദരിമാരെ, മിക്ക ഭവനങ്ങളിലും കീഴ്വഴക്കമില്ലാത്തത് കൊണ്ട് കെട്ടിത്തൂക്കുകയാ, വെട്ടിക്കൊല്ലുകയാ, കത്തിച്ചു കളയുകയാ, കഴുത്തിനരിച്ചു കൊല്ലുകയാ, കെട്ടിത്തൂക്കുകയാ. ഇന്ന് രാത്രി തിന്മയുടെ ഉറവിടമായ പിശാച് നിന്നെയും നിന്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും തകർത്ത് തരിപ്പണമാക്കാതിരിക്കുവാൻ ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. പഠിച്ചു, ജോലി കിട്ടി, ഇഷ്ടം പോലെ സമ്പാദിച്ചു, പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ലെന്ന് വഴമക്കാർ പറയും പോലെ നീയും പറഞ്ഞു. പക്ഷേ ജീവിതത്തിന്റെ ചില നിർണായക ഘട്ടങ്ങളിൽ പരാജയമേറ്റുവാങ്ങി നിരാശയുടെ പടുവഴിയിൽ നീ ഇന്ന് ഒതുങ്ങിയിരിക്കുന്നുവെങ്കിൽ, ഒതുക്കുന്നവന്റെ കയ്യിൽ നിന്ന്, പരാജയപ്പെടുത്തുന്നവന്റെ കയ്യിൽ നിന്ന് അതെ നിന്നെ കൈപിടിച്ചുയർത്തി നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം ഹല്ലേലൂയ. മുടങ്ങിക്കിടക്കുന്ന നന്മകളെ നിന്റെ കരങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ഹല്ലേലൂയ ആരാണെന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. അപ്പൊ കീഴടങ്ങാത്തവരിൽ തിന്മയുടെ ഉറവിടമായ പിശാച് എന്ത് ചെയ്യും? കേറും. ഹല്ലേലൂയ. ഞാൻ അത്യുന്നതന്റെ മുകളിൽ ഞാൻ അപ്പന്റെ മേളിൽ സംസാരിക്കും. അപ്പൻ ഒന്ന് പറഞ്ഞാൽ ഞാൻ 2 പറയും. അമ്മ ഒന്ന് പറഞ്ഞാൽ ഞാൻ 4 പറയും. അങ്ങനെ ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തലമുറകളെ കൊണ്ട് ലോകം അത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ ആമേൻ യെരൂശലേം സ്ത്രീകളെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞത്, നിന്നെയും നിന്റെ മക്കളെയും ചൊല്ലിക്കരഞ്ഞോ. ഹല്ലേലൂയ. ഉണ്ടാകാൻ ഇപ്പൊ മക്കളില്ലാത്തവര് പറയാ പോയില്ല. ഒരിക്കൽ നമുക്കറിയാം, ഹിസ്കിയ രാജാവ് മരണകരമായി രോഗം പിടിച്ചു കിടക്കുമ്പോ ആമോസിന്റെ മകനായ ആമേൻ യെശയ്യാവ് ചെന്നിട്ട് പറഞ്ഞു, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, അല്ലെ നീ മരിച്ചു പോകും. ഒരു ദാക്ഷിണ്യം കാട്ടില്ല, മുഖത്ത് നോക്കി പറഞ്ഞു, സൗഖ്യാവുന്നല്ല മരിച്ചു പോകുന്ന. അയ്യോ യഹോവേ, ഈ പ്രവാചകനെ ഓടിക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്, ഈ പ്രവാചകനെ കൊണപ്പെടുത്തണമെന്നല്ല പ്രാർത്ഥിച്ചത്. അവൻ ചുമരിനോട് തിരിഞ്ഞ്, അയ്യോ യഹോവേ, ഇന്നലകളിൽ ഞാൻ നിന്റെ മുമ്പിൽ ജീവിച്ചതും നിനക്ക് പ്രസാദകരമായി ചെയ്തതും ഓർക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഹല്ലേലൂയ. ഇറങ്ങിപ്പോയ പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോനെ നീ തിരിച്ചു കയറിയിട്ട് പറ, നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂടെ നീട്ടിയിരിക്കുക. സ്വപ്നം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 15 സംവത്സരം കൂടെ ജീവിച്ചിരിക്കുവാൻ ആയുസ് കിട്ടിയവനെ തെറ്റിക്കാൻ സമ്മാന പൊതികളുമായിട്ട്
ആമേൻ. ഇതുവരെ വരാത്തവരൊക്കെ വരാൻ തുടങ്ങി. ആയുസ് കൊടുത്ത തമ്പുരാനെ, ആയുസിനെ നീട്ടിയ ദൈവത്തെയും ദൂത് പറയാമെന്ന പ്രവാചകനെ അല്ല ഇപ്പോ കാര്യം സമ്മാനം കൊണ്ട് വന്നവനെയാണ്. നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനല്ലേ? ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കുമ്പോൾ പ്രതികരിക്കാൻ പ്രായമായപ്പം വഴി നിന്ന് ചിരിച്ചു കാണിച്ചവനെയും ലൈക്കിട്ടവനെയും ഇൻസ്റ്റഗ്രാമില് കൊള്ളാന്ന് പറയുന്നവനെയും കൊള്ളാന്ന് പറയുന്നവളെയാ കാര്യം. നൊന്ത് പ്രസവിച്ച അമ്മയേക്കാൾ കാര്യം. മലക്ക കിടന്നപ്പോ ആമേ ബിസ്ക്കറ്റ് കൊടുത്ത് ആഹാരം കൊടുത്ത് നാണം മറയ്ക്കാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്ത് പിച്ച വെച്ച് തുടങ്ങിയപ്പോ കളിപ്പാട്ടം മേടിച്ചു കൊടുത്ത് ആമേ നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ഒക്കെ തെടുത്തോണ്ട് നടന്ന അപ്പനേക്കാൾ കാര്യം. പൊങ്ങിക്കഴിഞ്ഞപ്പം ഇൻസ്റ്റഗ്രാമില് ലൈക്ക് തന്നവനെയാ, ലൈക്ക് കൊടുത്തവളെയാ. കുഞ്ഞെ നിന്റെ കാര്യം പോക്ക. ഇന്ന് രാത്രി തിന്മയുടെ ഉറവിടമായ പിശാച് ഇന്റർനെറ്റ് മീഡിയയിലൂടെ ചങ്ങാത്തം സ്ഥാപിച്ച്, അയ്യോ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നൊന്ത് പ്രസവിച്ച മക്കളെ ഇട്ടിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്. ലോകത്തിൽ പിശാച് തിന്മയുടെ ഉറവിടമായ സാത്താൻ പ്രബലപ്പെട്ട് അനേക കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അഭിഷക്തർ എഴുതി ദൈവസഭയ്ക്ക് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനം കീഴടങ്ങിയേ പറ്റൂ. ഇന്ന് രാത്രി ഈ മിഡ് നൈറ്റിനോട് അടുക്കുന്ന സമയത്ത് ആമേൻ ആത്മാവിൽ നിറഞ്ഞ് ഈ ആലോചന വിളിച്ചു പറയുമ്പോ ഒരുപക്ഷെ ഓഫ് ചെയ്തിട്ട് പോകാൻ ആലോചന പിശാചുള്ളി തരുന്നുണ്ട്. പോയാലും ആമേൻ പറയേണ്ടത് പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവി, പിശാചിനോട് എതിർത്ത് നിൽപ്പി. ആരോടാ എതിർക്കണ്ടേ? അപ്പനോടാണോ? അമ്മയോടാണോ? കുഞ്ഞുങ്ങളെ, അപ്പൻ മദ്യപാനിയ, അമ്മ തോന്നിവാസിക്കാരിയ, വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, അപ്പൻ കൊള്ളത്തില്ല, അതുകൊണ്ട് കത്തിയെടുത്ത് വെട്ടിയേക്കാന്ന് പറഞ്ഞ കാര്യം പോക്ക. വചനം പറയുന്നു കൊല ചെയ്യരുത്, ദൈവത്തെ ഭയപ്പെടരുത്. അപ്പോ ഈ അപ്പൻ ഉള്ളത് കൊണ്ടല്ലേ കുഞ്ഞ് നീ ഉണ്ടായത്. കള്ളുകുടിയനായാലും അപ്പൻ കൊണ്ട് തന്ന ബിസ്ക്കറ്റ് തിന്നിട്ടല്ലേ ഇപ്പൊ അപ്പനോട് പ്രതികരിക്കാനുള്ള ബലം കിട്ടിയത്? അതോ ഇൻസ്റ്റഗ്രാമില് ലൈക്ക് അടിച്ചപ്പം അന്ന് വന്നില്ലല്ലോ? അപ്പം മേടിച്ച ചുരിദാറിനകത്ത് ഇങ്ങനെ നിൽക്കാനുള്ള പ്രാപ്തിയായപ്പോ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിരിച്ചു കാണിച്ച പയ്യന്റെ പുറകെ പോകാൻ കാണിക്കുന്ന തന്റെ ഇടമില്ലേ? ഈ തന്റെ ഇടമുള്ള വ്യക്തിത്വത്തിന് ഉടമയായി നിൽക്കാൻ ആമേൻ അതെ ത്രാണിയുള്ളവനായി ത്രാണിയുള്ളവളായി ആമേൻ എഴുന്നേറ്റ് വരുവാൻ അതെ ഈ അപ്പം തന്ന ആഹാരം കഴിച്ചിട്ടല്ലേ? ദൈവകൃപയുള്ള മക്കൾ അപ്പന്റെ ആ മദ്യാസക്തി ആമേൻ ഇല്ലാതായി കാണുവാൻ ആഗ്രഹിച്ച് മുഴങ്ങാൻ മുടക്കി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അത് മദ്യപാനിയായ അപ്പന്റെ മക്കളാകട്ടോ. ഇന്ന് ദൈവകൃപയിൽ നിൽക്കുന്ന അഭിഷക്തന്മാരുടെ മക്കൾ കുഞ്ഞെ അത് തെറ്റ, അത് ചെയ്യരുത്, അങ്ങനെ ആകരുതെന്ന് പറഞ്ഞ കുഴപ്പം മുണ്ടിപ്പോകരുത്. അയ്യോ, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ തലമുറകൾ പാപം ചെയ്ത് തമ്മിലടിച്ച് തകർന്ന് തരിപ്പണമാകുവാൻ പ്രബലപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കകത്ത് തലമുറ അകപ്പെട്ടു പോകാതിരിപ്പാൻ അമ്മമാർ ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. കാരണം അവരുടെ ഉദരത്തിൽ നിന്ന് തലമുറ പുറത്തു വന്നത്. ഹല്ലേലൂയ. വചനം ദുർബലമായിരുന്ന കാലഘട്ടത്തിൽ അന്ന
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, ദൈവമേ നീ എനിക്കൊരു തലമുറയെ തരുന്നെങ്കിൽ, വെറും ഒരു തലമുറയല്ല, ആൺ തലമുറയെ തരുന്നുവെങ്കിൽ ഞാൻ അവനെ രാജ്യത്തെ വെട്ടിപ്പിടിക്കുന്ന ഒരു രാജാവാക്കൂന്നല്ല നേർന്നത്. രാജ്യത്തിലെ പ്രശ്നം മുഴുവൻ പരിഹരിക്കുന്ന ഒരു മിലിറ്ററി പട്ടാളക്കാരനാക്കൂന്നല്ല പറഞ്ഞത്. ലോകത്തിലുള്ള സകല രോഗികളെയും ചികിത്സിക്കുന്ന നമ്പർ 1 ഡോക്ടറാക്കൂന്നല്ല പറഞ്ഞത്. ലോകത്തിലെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന മന്ത്രി കസേരയിൽ ഇരിക്കുന്ന മന്ത്രിയാക്കൂന്നല്ല പറഞ്ഞത്. ഏത് മനുഷ്യനെയും നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന, ഏത് നരഭോജിയെയും നരസ്നേഹിയാക്കി മാറ്റുന്ന, ഏത് മനുഷ്യനെയും മനുഷ്യത്വമുള്ളവനാക്കി മാറ്റുന്ന, ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനാക്കി മാറ്റാമെന്ന് നേർന്ന മാതാവിന്റെ ഉദരത്തിലാണ് ശൗമേലിന് ദൈവം കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലി പുരോഹിതന്റെ തലമുറകളെല്ലാം നശിച്ചു പോയപ്പോൾ, ആ തലമുറ നിമിത്തം അനേകർ തകർന്നു പോയപ്പോൾ, നിന്ദിക്കപ്പെട്ട കണ്ണുനീരും ദുഃഖവുമായി കഴിയുന്ന ആ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറ ദാൻ മുതൽ ബേർശേബ വരെ അനേകരെ അഭിഷേകം ചെയ്ത് ദൈവരാജ്യത്തിന്റെ വിശ്രുതിക്ക് വേണ്ടി അഭിഷേകത്തോടെ ഭരിക്കുന്ന രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു, അഭിഷേകമുള്ള അഭിഷേകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി മാതാക്കളെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? മക്കളെ പേർഷ്യക്ക് വിട്ടിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ബഹുനില കെട്ടിടമുണ്ടാക്കി അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞ് എളിഞ്ഞ് നടക്കാനാണോ? എല്ലാം നല്ലതാ. ഇന്ന് രാത്രി ദൈവകൃപയുള്ള തലമുറകളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ഓപ്പോസിറ്റായി വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പം തീർത്തില്ല, കവർന്നെടുക്കാൻ പറ്റത്തില്ല. പലയിടത്തും കീഴടങ്ങാൻ മനസ്സില്ലാത്തത് കൊണ്ട് ആ പിശാചിനെ തകർത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കീഴ്പ്പെടേണ്ടടുത്ത് കീഴ്പ്പെടണം. കീഴ്പ്പെട്ടാൽ മാത്രം പോരാ, പിശാചിനോടാണ് എതിർക്കേണ്ടത്. ഭർത്താവിനോടല്ല, അപ്പനോടല്ല, അമ്മയോടല്ല, ഭാര്യയോടല്ല, കൂടപ്പുറപ്പിനോടല്ല, സഭാ പാസ്റ്ററോടല്ല. പിന്നെ ആരോടെ എതിർക്കേണ്ടത്? പിശാചിനോട്. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ നിന്ന് പിശാച് ഓടിപ്പോകാൻ ഒന്ന് കീഴപ്പെടട്ടെ, ഒന്ന് എതിർക്കാൻ തയ്യാറാകട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. നേരെ മറിച്ച് നമ്മുടെ ശാരീരിക ശത്രുക്കൾക്ക് അനുദമിക്കുന്ന ഒരു ഹൃദയം ലഭിക്കണമെന്ന് നാം എന്ത് ചെയ്യണം? അവരുമായി ഇടപെടുന്നതിനുള്ള മറ്റൊരു മാർഗം അവരോടൊപ്പം ജ്ഞാനത്തോടെ ജീവിക്കുക എന്നതാണ്. മദ്യപാനിയായ ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജ്ഞാനം വേണം. തല്ലുകാരനായ ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജ്ഞാനം വേണം. അങ്ങനെയുള്ള അപ്പന്റെ കൂടെ ജീവിക്കണമെങ്കിൽ മക്കൾക്ക് ജ്ഞാനം വേണം. നിങ്ങൾക്ക് ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ സകലവും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ഹല്ലേലൂയ. ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ മദ്യപാന നിമിത്തം ആത്മഹത്യ പരിഹാരമല്ല, ഒളിച്ചോട്ടം പരിഹാരമല്ല. ചില ഭാര്യമാര് ഈ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഇനി ഒക്കത്തില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന, ഇന്റർനെറ്റിലൂടെ പരിചയപ്പെടുന്ന, വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ പരിചയപ്പെടുന്ന ചങ്ങാതിമാരുടെ കൂടെ പോവുക, ആ പോക്കിൽ പരാജയപ്പെടുക. ഇന്ന് രാത്രി ഒളിച്ചോട്ടം പരാജയമാ, ആത്മഹത്യ പരാജയമാ. പിന്നെ നീ പരാജയപ്പെടാതെ ജയാളിയാകണമെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം, കർത്താവ് യേശുവിനെ അറിയണം, അവന്റെ വചനം അറിയണം, അവനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ആ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. അവരുമായി ഇടപെടുന്നതിനുള്ള മറ്റൊരു മാർഗം അവരോടൊപ്പം ജ്ഞാനത്തോടെ ജീവിക്കുന്നതാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ അവരെ ഒഴിവാക്കുന്നത്
ആമേൻ, അവരെ നേടുന്നതിനേക്കാൾ നല്ലതാണ്. ചില കൂട്ടുകാരെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, പിന്നെ അവരെ ആര് നേടും? അവരെ നേടാൻ പ്രാപ്തിയുള്ളവരെ ദൈവം അയക്കുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലായ്പ്പോഴും വിജയിക്കും, നിങ്ങളുടെ ശത്രുക്കളെ ഭരിക്കുകയും ചെയ്യും. അങ്ങനെയായ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ജയാളിയായി ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലല്ലോ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണല്ലോ. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസികൾക്കെതിരായ പോരാട്ടത്തിൽ പിശാച് തനിച്ചല്ല, പിന്നെ ആമേൻ, അദൃശ്യമായ ആത്മാക്കളുടെ മണ്ഡലത്തിലുള്ള പലരും ഹല്ലേലൂയ ആമേൻ ഒരു വിശ്വാസിക്കെതിരെ ശക്തമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ദൈവവും, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? പിതാവായ ദൈവം. ആ പിതാവായ ദൈവത്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം കീഴ്പ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം തന്റെ പുത്രനെ ഉയർത്തിയത്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ പക്ഷത്താണ്. ഹല്ലേലൂയ. ആരുടെ പക്ഷത്ത്? ദൈവത്തിന്റെ പക്ഷത്ത് ആണ് കർത്താവായ യേശു. അവന് ഹിതമല്ലാത്തതൊന്നും പുത്രൻ ചെയ്തില്ല. ഇന്ന് രാത്രി നീ ആരുടെ പക്ഷത്താ? പിതാവായ ദൈവം അയച്ച ക്രിസ്തുവിന്റെ പക്ഷത്താണോ അതോ സാത്താന്റെ പക്ഷത്താണോ? ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിന്റെ ദൈവം, അതാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ, ഈ ലോകത്തിന്റെ അധിപതി സാത്താനാണ്, ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഇന്ന് ഈ ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിനെ എന്നേക്കുമായി തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്ന ഒരു നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം അവന്റെ ശക്തി ആരിലാണ് പ്രയോഗിക്കുന്നത്? അവിശ്വാസി. ഹല്ലേലൂയ. അവിശ്വാസികളിലാണ് അവന് പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ജീവിക്കണം. നീ ഒരു അവിശ്വാസിയായി ജീവിച്ചാൽ നിന്നിൽ പിശാചാധിപത്യം നടത്തുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന സമയത്ത് ആമേൻ പ്രബലപ്പെട്ട് ശക്തിയോടെ എതിർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടയച്ചു. ഹല്ലേലൂയ. അതിനവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. നോക്കണമേ, പാർസി രാജാവ് ഭക്തനായ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അതെ തടയുവാൻ തക്കവണ്ണം ഇടയായപ്പോ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ അതേ തയ്യാറായി. ഹല്ലേലൂയ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. വിശ്വാസം ത്യജിക്കുന്നത് എങ്ങനെയാണ്? ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. പ്രിയമുള്ളവരെ,
നിന്റെ കൂട്ടുകെട്ട് അങ്ങനെയുള്ളവരുമായിട്ടാണെങ്കിൽ അവരിലുള്ള അശുദ്ധാത്മാവ് നിന്നി കയറും. നീ കള്ളം പറയാനോ? ലോകപ്രകാരം നടക്കുന്നവരുടെ കൂടെ കൂടി നീ സമയം ചെലവഴിച്ച അവരെ നയിക്കുന്ന ഈവിൽ സ്പിരിറ്റ് നിന്നെയും ആ സ്വഭാവമുള്ളവളാക്കി മാറ്റും. ഇവ സർവഭൂതത്തിലുമുള്ള. ഹല്ലേലൂയ, ആമേൻ. വെളിപ്പാട് പുസ്തകം 16:14 രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. കേട്ടോ, ഭൂതാത്മാക്കൾ കൂടാടി സഞ്ചരിക്കുക. അതുകൊണ്ട് കുഞ്ഞെ, ഇന്റർനെറ്റിലൂടെ പരിചയപ്പെട്ട ഹായ് തരുന്ന, ലൈക്ക് തരുന്ന, ഈ ലോകത്തിന്റെ മോഹത്തിനനുസരിച്ച് ജീവിക്കുന്ന നിന്റെ ആ സുഹൃത്തില്ലേ, റൂമിനകത്ത് കയറി ആമേൻ കാശ് കൊടുത്ത് റീചാർജ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നില്ലേ, നിന്നെ കൊണ്ട് പോകുന്നു. ഒരു പരിധി കഴിയുമ്പോൾ നിന്നെ കൊണ്ട് പോകും. നിന്റെ ഉറക്കം നഷ്ടപ്പെടും, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. നിനക്ക് ലഭിക്കുന്ന സമയം നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് ആ സ്വർഗീയ ആത്മാവ് നിന്റെ മേൽ വരുവാൻ നിമിത്തമായി ദൈവം നൽകിയിരിക്കുന്ന ദൈവവചനം എടുത്ത് നീ വായിക്കുക, ധ്യാനിക്കുക. ഉയരത്തിലെ ജ്ഞാനമുള്ളവനായി, ദർശനമുള്ളവനായി, കാഴ്ചപ്പാടുള്ളവർ, അഭിഷേകമുള്ളവനായി നിറയുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 8:5 എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേർ ഉണ്ടെന്ന് വരികിലും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്ര. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു? അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങിത്തിരിഞ്ഞ് ദേവീ ദേവന്മാർക്കൊക്കെ ബലി കഴിക്കുന്ന, നേർച്ച കൊടുക്കുന്ന, പൂജ കഴിക്കുന്ന ആളുകളില്ലേ? ഇത് ലൈവിലാണ് ഞാൻ പറയുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ശ്രദ്ധിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്നവർ അല്ല. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അതിനർത്ഥം എന്താ? അങ്ങനെയുള്ളവരുടെ കൂടെ നീ കൂടിയാൽ ഒടുവിൽ ആരാകും? നീ അവരുടെ കൂട്ടാളിയാകും. ഹല്ലേലൂയ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളോട് സംവത്സരങ്ങളെ ചിന്തിക്കുക, നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും. ഇല്ലെങ്കിൽ നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക. വീട്ടിൽ തലമൂത്ത അപ്പച്ചന്മാരില്ലേ? ഇൻസ്റ്റഗ്രാമിൽ സമയം കളയാതെ, വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് സമയം കളയാതെ വീട്ടിൽ മുതിർന്ന അപ്പച്ചനോട് ചോദിക്കുക, അല്ലെങ്കിൽ അപ്പനോട് ചോദിക്കുക. അവർ പറഞ്ഞു തരും. ഹല്ലേലൂയ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക. കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട പിശാചാധിപത്യം സ്ഥാപിച്ചപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിച്ച അനുഭവങ്ങൾ അവർ പറഞ്ഞു തരും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 32 ആമേൻ അധ്യായം താഴോട്ട് വായിക്കുക. 28 മുതൽ വായിച്ചു. അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി നമുക്ക് സത്യവേദപുസ്തകം പറഞ്ഞു. ഹല്ലേലൂയ. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. ആരാ? ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത്. ഇന്ന് രാത്രി യഥാർത്ഥമായി കർത്താവിലും അവന്റെ അമിതവത്തിൽ ശക്തിപ്പെട്ട് ഒരു ദൈവവചനെ പരാജയപ്പെടുത്തുവാൻ പോർക്കളത്തിൽ ആമേൻ അതെ വെല്ലുവിളിക്കുന്ന ആ പോരാട്ടത്തോട് എതിർക്കുവാൻ ഉയരത്തിലെ കൃപ പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം
ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ഓരോ കുടുംബങ്ങളും പരാജയപ്പെടാതെ ജയാളിയായി ജീവിക്കത്തക്ക വിധത്തിൽ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആമേൻ അവനിലൂടെ പിതാവിൽ നിന്ന് കേട്ട ആ വാഗ്ദത്തത്തെ പ്രാപിക്കുക. മുഴങ്ങാൻ മടക്കാം. ആമേൻ. മാളിക മുറിക്കകത്ത് മുഴങ്ങാൻ മടക്കിയവരെ ഉയരത്തിൽ അഭിഷേകത്താൽ നിറച്ച ദൈവം, ആമേൻ, അവിടുത്തെ അഭിഷേകത്താൽ നിറച്ച് അധികാരത്തോടെ അത് പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിന്ന് ആമേൻ ജയകരമായ ജീവിതം ദൈവം നൽകിയ ആയുസ് ജീവിച്ച് ആമേൻ നിത്യതയിൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതില്ല. ആമേൻ. പോർക്കളത്തിൽ പട്ടുപോകാതെ ആ പോർക്കളത്തിൽ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഉയരത്തിലെ കൃപയാ നിറയ്ക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കുവാൻ ശക്തിയുള്ളവരാണ്. കണ്ണുകളടച്ചാണ് പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങളെ വാഴ്ത്തി, ഞങ്ങളെ സ്തുതിക്കാം. പലപ്പോഴും അത് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ പരാജയപ്പെടുത്തുവാൻ വില്ലാളിയായി കടന്നു വരുന്ന ശത്രുവിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ ആമേൻ കുടുംബത്തിനകത്ത് ആമേൻ പിണക്കങ്ങളും ആമേൻ അസ്വസ്ഥതകളും ഉളവാക്കി ആ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, സമാധാന അന്തരീക്ഷത്തെ കെടുത്തുന്ന, നന്മകളെ തടയുന്ന, അന്ധകാര മണ്ഡലങ്ങളെ പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ അധികാരത്താൽ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചു. രോഗികൾ സൗഖ്യമാണ്, പിന്മാറ്റക്കാർ മടങ്ങുക, പാപികൾ മനം തിരിയുക. നമ്മുടെ നാമമഹിമ അതിർത്തം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ആമേൻ ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്താൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ഈ ശുശ്രൂഷയെ നമുക്ക് ഒരുമിച്ച് കൈ കൊടുക്കാം. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ഈ മിനിസ്ട്രിയിലൂടെ ആമേൻ കൈകോർക്കുവാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാം. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ദൈവഗീതമായ നാളെ വൈകുന്നേരം 9 മണിക്ക് ഈ ലൈവിൽ വീണ്ടും